നമസ്കാരം. എല്ലാവർക്കും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നെടുങ്കയം എക്കോ ടൂറിസം സെന്ററിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് നിലമ്പൂരിനടുത്തുള്ള നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് ഏരിയയാണ്. വെസ്റ്റേൺ ഗാട്ട്സിന്റെ ഒരു ഭാഗമായ ഈ ഗ്രീൻ ഫോറസ്റ്റിൽ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ കാണുന്നത് ഇഷ്ടപ്പെടുന്നവർക്കും നടന്നു കാണാൻ പറ്റിയ ഒരു റെയിൻ ഫോറസ്റ്റ് ആണിത്. എൻട്രി പോയിന്റിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഉൾവനങ്ങളിലേക്കൊന്നും നമുക്ക് പോകാനായിട്ട് അനുവാദമില്ല. നമ്മൾ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതാണ് ഒരു അയൺ ബ്രിഡ്ജാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസസിന്റെ ഭാഗമായിരുന്ന ബ്രിട്ടീഷ് ഫോറസ്റ്റർ മിസ്റ്റർ ES ഡൗസൺ നിർമ്മിച്ച ഈ ബ്രിട്ടീഷ് ബംഗ്ലാവും അതുപോലെ തന്നെ ഈ അയൺ ബ്രിഡ്ജും ഇപ്പോഴും ഇവിടെ ഒരു കേടും കൂടാതെ നിലനിൽക്കുന്നുണ്ട്. കരിമ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഇരുമ്പ് പാലം ഇത്രയും വർഷമായിട്ടും ഒരു കേടും കൂടാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ വളരെ അത്ഭുതമാണ്. നമ്മൾ ഈ പാലം കടന്ന് ചെന്നാലായിട്ട് കാണുന്നത് ബ്രിട്ടീഷ് ഫോറസ്റ്റ് മിസ്റ്റർ ഡൗസന്റെ ഒരു ടോംബാണ്. അദ്ദേഹം ഈ കാടിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ സ്ഥിരമായി ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ബംഗ്ലാവാണ്. നമുക്കിപ്പോൾ അവിടെ ഫോറസ്റ്റിന്റെ അനുമതിയില്ലാതെ ആ ബംഗ്ലാവിനകത്തേക്ക് എൻട്രി ഇല്ല. അദ്ദേഹം ഈ പുഴയിൽ തന്നെയാണ് മുങ്ങി മരിച്ചെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഇവിടെ തന്നെയാണ്. നമ്മൾ ഈ പാലം കഴിഞ്ഞ് ചെന്നാലായി നേരെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ടോംബ്. ബ്രിട്ടീഷ് ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്ന ഇവിടുത്തെ തന്നെയുള്ള തേക്ക് തടികളെ കൊണ്ടാണ്. വുഡൻ റെസ്റ്റ് ഹൗസ് ആണ്. ചുറ്റും കാണുന്നത് നിലമ്പൂർ തേക്ക് മരങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ പ്ലാന്റ് ചെയ്തിരുന്ന പുരാതനമായ തേക്ക് മരങ്ങളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്ത് കാണാവുന്ന ഒന്നാണ് തേക്ക് മ്യൂസിയം. ഇതിനകത്ത് തന്നെ ഒരു ആദിവാസി കോളനി ഉണ്ട്. ആ ആദിവാസി കോളനിയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. ചെറിയൊരു സ്കൂളും ഇവിടെ കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ടോംബ്. ഈ സ്റ്റീൽ ബ്രിഡ്ജ് കഴിഞ്ഞ് ഈ ടോമിന്റെ പരിസരത്ത് വരെ മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. അവിടെ നിന്ന് ഉൾവനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് അനുവാദമില്ല. ഇവിടെ എല്ലാം ഗാർഡ്സ് ഉണ്ട്. കാരണം ഉൾവനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരെ മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോളനി ഉള്ളത്. കോളനിയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സ്കൂളുമുണ്ട്. അല്പം കൂടി നമ്മൾ കോളനിയുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ആനപ്പന്തി കാണാം. പണ്ടത്തെ കാലത്ത് വനങ്ങളിൽ നിന്ന് പിടിക്കുന്ന ആനകളെ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഒരു സമയത്ത് 3 ആനകളെ ഇവിടെ മരിക്കാനായിട്ട് സാധിക്കും. ഈ ആനപ്പന്തിയുടെ രൂപം തന്നെ അങ്ങനെയാണ്. കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനയെ ആദ്യമായിട്ടൊരു ഭാഗത്ത് തളച്ചിടും. അതിനുശേഷം അല്പം ഒരുങ്ങിയാൽ രണ്ടാമത്തെ കൂട്ടിലേക്കും അവിടെ നിന്ന് ഈ നേരെ കാണുന്ന മൂന്നാമത്തെ കൂട്ടിലേക്കും. മൂന്നാമത്തെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും മിക്കവാറും ഈ ആന മനുഷ്യരായിട്ട് ഇണങ്ങി കാണും. ഇപ്പോൾ ഒരു പുരാവസ്തുവായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണിത്. കാരണം ഇപ്പോൾ കടലിൽ നിന്ന് ആനകളെ പിടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആനയെ മരുക്കുന്ന ജോലിയൊന്നും ആരും ചെയ്യുന്നില്ല. കാഴ്ചക്കാർക്കായിട്ട് വിനോദസഞ്ചാരികൾക്കായിട്ട് തുറന്നുകൊടുക്കുകയാണ്. പണ്ടത്തെ കാലത്ത് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൂടിന് ഇപ്പോഴും നല്ല ബലമാണ്. എത്ര വർഷമായിട്ടും യാതൊരു കേടും കൂടാതെ ഇപ്പോഴും ഈ തടിയുടെ കൂട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നിലമ്പൂർ വിസിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഒന്ന് കാണാവുന്ന ഒരു സ്ഥലമാണിത്. നെടുങ്കയം എക്കോ ടൂറിസം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ തിരികെ നടക്കുകയാണ്. വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ പോയത്. അതുകൊണ്ട് തന്നെ കരിമ്പുഴയിൽ വെള്ളം കുറവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്ത വീഡിയോയിൽ മറ്റു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.